ഹലോ. തലേ ദിവസം രാത്രി തോരാതെ തിമിർത്ത് പെയ്ത മഴയിൽ കൂടുതൽ ഉന്മേഷരായി നിൽക്കുവാണ് നമ്മുടെ മുറ്റത്തെ ചെടികൾ. നമ്മുടെ കിളിമരത്തിലെ എന്നത്തെയും അതിഥിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. കിളിമരത്തിന് 2 ദിവസത്തെ മഴ കിട്ടിയപ്പോഴേക്കും നന്നായി വളർന്നിരിക്കുന്നു. കിളിമരം മാത്രമല്ല, മറ്റ് ചെടികളും. എല്ലാത്തിനെയും ഒന്ന് ട്രിമ്മ് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. റോസാ ചെടികളും ഉൾപ്പെടുത്തി. വെറുതെ വിട്ടില്ല. നമ്മുടെ കുയിലമാവൻ എന്നത്തെയും പോലെ കച്ചേരി തുടങ്ങി. കൂടെ മത്സരിക്കാൻ ആളെ കിട്ടിയപ്പോൾ പാട്ട് നിർത്തി ആള് പറന്നുപോയി. നമ്മുടെ പച്ചമുളകിൽ നിന്ന് കുറച്ച് പറിച്ചെടുക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് മുന്നേയുള്ള ചെടിയാണ് ഇത്. ഇതുപോലെ പല ചെടികളുമുണ്ട്. അതിനെയെല്ലാം ഒടിച്ച് വൃത്തിയാക്കി. ഇപ്പോൾ കാണുന്നത് മഴയ്ക്ക് 2 ദിവസം മുന്നേ എടുത്ത വീഡിയോയാണ്. എല്ലാ ചെടികളും നന്നായി പൂവിട്ടിരിക്കുന്നു. ഇനി വർഷകാലത്ത് പൂവിടൽ കുറവായിരിക്കും. ഇനി കാണുന്ന അരേലിയ പ്ലാന്റ്സൊക്കെ പുഷിയായി വെട്ടി ഒതുക്കാൻ നിർത്തിയേക്കുവാണ്. ചെടിനടൽ പരിപാടിക്കായി ചെടിച്ചട്ടിയിൽ മണ്ണെല്ലാം നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുമുണ്ട്. ഇന്നലെ കിട്ടിയ ഓർക്കിഡ് രാവിലെ തന്നെ നട്ടിട്ടുമുണ്ട്. പിന്നെ റെഡ് അഗ്ലോണിമയും. നമ്മുടെ പയറും തക്കാളിയും ഒക്കെ വളർന്നിട്ടുണ്ട്. തക്കാളിയെ മാറ്റി നടുകയും ചെയ്തു. ഇന്നലത്തെ മഴയിൽ ഇതിലുണ്ടായിരുന്ന വിത്തെല്ലാം തല തല്ലി മരിച്ചേക്കുന്നു. ആകെ ഒരു മൂടൽ പരുവം. പക്ഷേ എന്നും എപ്പോഴും പൂക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ ഈക്കിമുല്ല. ഒരാളെങ്കിലും പൂത്തിരിക്കും. നമ്മുടെ മാവിലാണ് ആളെ പടർത്തി വിട്ടേക്കുന്നത്. മാവിന്നേ വരെ കായ്ഫലം തന്നിട്ടില്ല എങ്കിലും മറ്റ് ചെടികൾക്ക് ഉപകാരിയാണ്. ഒരേ വർഗത്തിൽപ്പെട്ട വ്യത്യസ്ത കളർ ചെടികളെ ഞാൻ ഇന്നലെ ഇൻഡോർ പ്ലാന്റായി കൂടെ കൂട്ടി. ബോട്ടിലിൽ വെച്ചിട്ടുണ്ട്. കൂടെ കൂട്ടായി വേറൊരു ചെടിയെയും പൊക്കി. അതിന് വേരും വന്നിട്ടുണ്ട്. സംഭവം കളറായിട്ടില്ലേ? ഭംഗിയായിട്ടുണ്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.